നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഉത്തമ ബോധ്യത്തോടുകൂടിയും തെളിവുകളുടെ അടിസ്ഥാനത്തിലും മാത്രം വാർത്ത ചെയ്യുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് മറുനാടൻ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പിശക് പറ്റിയാൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും സങ്കടവുമാണ്. ഞങ്ങളത് തിരുത്താറുണ്ട്. അത്തരം സാഹചര്യങ്ങൾ പരമാവധി ഉണ്ടാവാറില്ല എന്നതാണ് ഞങ്ങൾ നേട്ടമായി കരുതുന്നത്. നമ്മുടെ മറ്റ് മാധ്യമങ്ങൾ, ചാനലുകൾ, പത്രങ്ങളൊക്കെ തെറ്റുപറ്റിയാലും അവർ സമ്മതിക്കാതിരിക്കുമ്പോൾ തെറ്റുപറ്റിയാൽ അത് തുറന്ന് സമ്മതിക്കണം എന്നതാണ് ഞങ്ങളുടെ രീതി. ഈ വീഡിയോയിലൂടെ ഞാൻ പ്രേക്ഷകരോട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് വിഷയങ്ങളിലാണ്. ഒന്ന്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ ഈ നാട് നന്നാവും എന്ന് ശശി തരൂരിനെക്കുറിച്ച് തെറ്റായി ധരിച്ചു പോയതിലുള്ള ഖേദമാണ്. തരൂർ ഞങ്ങൾക്കൊരാവേശമായിരുന്നു. തരൂരിനെ പോലൊരു ആഗോള പൗരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ കേരളം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മാത്രമല്ല വ്യവസായത്തിൻ്റെ പോലും പറുദീസയാകുമെന്ന് തെറ്റായി ധരിച്ചുപോയി. തരൂരിനെ മുമ്പിൽ നിർത്തിയാൽ സാധാരണ മനുഷ്യർ, നിഷ്പക്ഷ സമൂഹം വോട്ട് ചെയ്യുമെന്നും അങ്ങനെ തരൂർ കേരളത്തെ മാറ്റിമറിക്കുമെന്നും തെറ്റായി ധരിച്ചുപോയി. ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് തരൂരിനു വേണ്ടി ധാരാളം വാർത്തകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ തെറ്റ് തിരുത്തുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോയിട്ട് കേരളത്തിനൊരു മന്ത്രിയാവാനുള്ള യോഗ്യത പോലും തരൂർ എന്ന ആഗോള പൗരനില്ല എന്ന് ഖേദപൂർവ്വം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ മാപ്പപേക്ഷ. തരൂർ പണ്ഡിതനാണ്, ആഗോള പൗരനാണ്, ഭാരതത്തിൻ്റെ അംബാസിഡറായി ലോകത്തെവിടെയും പ്രതിഷ്ഠിക്കാൻ തക്ക കഴിവുള്ളയാളാണ്. തരൂർ എന്ന എഴുത്തുകാരൻ, തരൂർ എന്ന ബുദ്ധിജീവി, തരൂർ എന്ന പ്രസംഗകൻ, അതൊക്കെ നമ്മുടെ അഭിമാനം തന്നെയാണ്. തരൂറിന് ഏറ്റവും മികച്ച പദവി ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പദവി തന്നെയാണ്. മോദി സർക്കാർ രാഷ്ട്രീയം മറന്ന് തരൂറിനെ ആ പദവിയിലേക്ക് നോമിനേറ്റ് ചെയ്യണം എന്ന അപേക്ഷ എനിക്കുണ്ട്. തരൂറിന് പറ്റിയതല്ല രാഷ്ട്രീയം, തരൂരിന് പറ്റിയതല്ല മുഖ്യമന്ത്രി കസേര. കാരണം പിണറായി വിജയൻ എന്ന ദുഷ്ടനായ ഭരണാധികാരി അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും സാമ്പത്തിക ക്രമക്കേടുമൊക്കെ നടത്തി ക്രമസമാധാന നില പൂർണ്ണമായും തകർത്ത് കുടുംബവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പിണറായിയുടെ കീഴിൽ ഇവിടെ വ്യവസായം വളരുന്നു, വികസിക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ തരൂർ അത്ര മണ്ടനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ നാട്ടിലെ യാഥാർത്ഥ്യം തരൂരിന് അറിയാത്തത് കൊണ്ടല്ല. തരൂർ താൻ വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല, വികസനത്തിനൊപ്പമാണ് എന്ന് പലതവണ തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തരൂരാണ് ശരി എന്ന് വിശ്വസിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വികസനത്തിന് വേണ്ടി രാഷ്ട്രീയം മറക്കണം എന്ന പക്ഷക്കാരൻ തന്നെയാണ് ഞാൻ. പ്രതിപക്ഷ നേതാക്കളെല്ലാം ഭരിക്കുന്നവരെ എതിർക്കണം എന്ന വാദം എനിക്കില്ല. എല്ലാവരും സഹകരിച്ചു പോകുന്നതാണ് സംസ്ഥാനത്തിനും രാജ്യത്തിനും നല്ലത്. എന്നാൽ ഈ നാട് മുടിപ്പിച്ചൊരു ഭരണാധികാരി, ഈ നാടിനെ മുഴുവൻ കുളമാക്കിയ ഒരു മുഖ്യമന്ത്രി, അതിൽ നിന്നും കരകയറുന്നതിന് വേണ്ടി പടച്ചുകൂട്ടിയ കള്ളങ്ങൾ തരൂരിനെ പോലെ ഒരാൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കേരളത്തിന് മുഖ്യമന്ത്രി ആവാനല്ല, ഒരു മന്ത്രിയാകാനുള്ള യോഗ്യത പോലുമില്ല എന്ന് അദ്ദേഹം സ്വയം തെളിയിക്കുകയാണ്. കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കൊണ്ട് മാറി മാറി ഭരിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഭരണകൂടങ്ങളും സാമൂഹ്യ പരിഷ്കർത്താക്കളും മത നേതാക്കളും ഒക്കെ ചേർന്ന് വളർത്തിയെടുത്ത കേരളത്തെ 10 വർഷം കൊണ്ട് പിന്നോട്ടടിച്ചു എന്നതല്ലാതെ, എല്ലാ വികസന പദ്ധതികളും മുരടിപ്പിച്ചു എന്നല്ലാതെ ഈ നാട്ടിൽ ക്രമസമാധാനം തകർക്കുകയും പോലീസിനെ നിർവീര്യമാക്കുകയും ഇവിടുത്തെ യുവജനങ്ങളെ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെടുത്തുകയും ബുദ്ധിയും വിവേകവുമുള്ളവർ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നാടിനെ തള്ളി നീക്കിയ ഈ വൃത്തികെട്ട ഭരണകൂടത്തെ, ഈ വൃത്തികെട്ട ഭരണാധികാരിയെ, ഈ വൃത്തികെട്ട ഭരണത്തെ തരൂർ ശരിവയ്ക്കുന്നെങ്കിൽ തരൂറിന് സാരമായ എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ തരൂർ പ്രായോഗിക ലോകത്തല്ല ജീവിക്കുന്നത് എന്ന് തെളിയിക്കുകയാണ്. തരൂർ പറയുന്നത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചല്ല, മറ്റൊന്നിനെക്കുറിച്ചുമല്ല, സ്റ്റാർട്ടപ്പുകളെ കുറിച്ചാണെന്നാണ്. അത് തന്നെ ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. കേരളത്തിൽ പിണറായിയുടെ കാലത്ത് ഇത്രയധികം സ്റ്റാർട്ടപ്പ് ഉണ്ടായി എന്ന് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പുറത്താണ് തരൂർ പറയുന്നത്? പിണറായി പുറത്തേക്ക് വിട്ട കള്ളക്കണക്കിൻ്റെ പുറത്ത്. കള്ളക്കണക്കുണ്ടാക്കുന്നതിനും കള്ള ഇമേജ് ഉണ്ടാക്കുന്നതിനും CPMകാർ മിടുക്കന്മാരാണ്. അവർ ഉണ്ടാക്കിയിരിക്കുന്ന കള്ളക്കണക്ക് അതേപടി കേന്ദ്ര സർക്കാരും സ്വീകരിച്ചു. ആ കണക്ക് പുസ്തകം നോക്കി തരൂർ പിണറായിക്ക് സ്തുതി പാടുമ്പോൾ പരാജയപ്പെടുന്നത് തരൂർ എന്ന രാഷ്ട്രീയക്കാരനാണ്. പിണറായി പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. ഇവിടെ ഒരു വ്യാവസായിക അന്തരീക്ഷവുമില്ല. ഇവിടെ ആർക്കും ബിസിനസ് തുടങ്ങാൻ കഴിയില്ല. ഇവിടെ കച്ചവടം ചെയ്യുന്നവരൊക്കെ ഓടി രക്ഷപ്പെടുകയാണ്. കിറ്റക് സാബുവാണ് അറിയപ്പെടുന്ന ഉദാഹരണം. കേരളത്തിൽ മുമ്പുണ്ടായിരുന്ന വ്യവസായികൾ പലതും നാട് വിട്ടുപോയിരിക്കുന്നു. ഇവിടെയുള്ളത് ഉപഭോഗ ബിസിനസ്സാണ്, കച്ചവടമാണ്, വ്യവസായമല്ല. വ്യവസായവും ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം ഇവർക്കാർക്കും അറിയില്ല. ബിസിനസ്സിന് പറ്റിയ സാഹചര്യം തന്നെയാണ്, ഉപഭോഗ സമ്പദ് വ്യവസ്ഥയാണ് കേരളത്തിൻ്റെത്. എന്നാൽ വ്യവസായത്തിന് പറ്റിയ അന്തരീക്ഷമല്ല. ഒരു നാട് പുരോഗമിക്കണമെങ്കിൽ തീർച്ചയായും വ്യവസായം വരണം. ഇവിടെ ആർക്കും ചെറുകിട വ്യവസായം പോലും നടത്താൻ കഴിയില്ല. അങ്ങനെ നടത്തിയാൽ കൊടി പിടിക്കും, ആട്ടിപ്പായിക്കും, ചുവപ്പ് നാടയിൽ കുരുക്കി ശ്വാസം മുട്ടിക്കും. അതിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇപ്പോൾ പിണറായിയും പി രാജീവും മുമ്പോട്ട് വയ്ക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് അതൊരു തട്ടിപ്പാണ്. ആ തട്ടിപ്പ് ആദ്യം പുറത്തു വന്നപ്പോൾ തന്നെ
അത് തട്ടിപ്പാണെന്ന് മറുനാടൻ വാർത്ത ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സർക്കാരിനെ വിമർശിച്ചപ്പോഴും ഈ തട്ടിപ്പിന്റെ ആഴം അവർക്ക് മനസ്സിലായിട്ടില്ല. വാസ്തവത്തിൽ രജിസ്ട്രേഷൻ ഒരു കള്ളക്കളിയാണ്. കേരളത്തിൽ 3 ലക്ഷം വ്യവസായങ്ങൾ തുടങ്ങി എന്ന വാദത്തിന്റെ ആധാരം അതെന്തുകൊണ്ടാണ് നുണയായിരിക്കുന്നത് എന്ന് ഒരു വിദഗ്ധന്റെ ശബ്ദരേഖയോടെ അടുത്ത വീഡിയോയിലൂടെ ഞാൻ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്നതാണ്. ശശി തരൂരിന് ഇത് മനസ്സിലായിട്ടില്ല. ഈ കള്ളക്കണക്ക് കണ്ടിട്ട് ശശി തരൂർ കേരളം വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാണ് എന്ന് അവകാശപ്പെട്ടാൽ സാരമായ എന്തോ കുഴപ്പം തരൂറിനുണ്ടെന്ന് തന്നെയാണ്. ഇങ്ങനെ ഒരാൾ കേരളത്തിന് മുഖ്യമന്ത്രിയായാൽ വളരെ എളുപ്പത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ ഒരാൾ കേരളത്തിൻ്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്താൽ ഈ നാട് 10 വർഷം കട്ടുമുടിപ്പിച്ച പിണറായിക്ക് സുഖമായി ശിഷ്ടകാലം ജീവിക്കുന്ന സാഹചര്യമുണ്ടാവും. അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാനുള്ള യോഗ്യത തനിക്കില്ലെന്ന് ശശി തരൂർ തെളിയിച്ചിരിക്കുന്നു. ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ട് വേണം ഈ നാട് നന്നാവാൻ എന്ന് ആഗ്രഹിച്ചതിനും അവകാശപ്പെട്ടതിനും പ്രേക്ഷകരോട് അങ്ങനെ ഇതുവരെ പറഞ്ഞതിനും മാപ്പ്. ഇതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് തോന്നക്കലിൽ പ്രവർത്തിക്കുന്ന സായിഗ്രാമിൻ്റെ തലവൻ KN ആനന്ദകുമാറുമായും ബന്ധപ്പെട്ടു പ്രിയപ്പെട്ട പ്രേക്ഷകരോട് മാപ്പ് പറയേണ്ട സാഹചര്യമുള്ളത്. ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയെ പൂർണ്ണമായും പിന്തുണയ്ക്കണമെങ്കിൽ എല്ലാ വശങ്ങളും പരിശോധിക്കണം എന്നുറപ്പ് വരുത്തുന്നയാളാണ് ഞാൻ. കാരണം ഏറ്റവും അധികം തട്ടിപ്പ് നടക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ പേരിലാണ്. എന്നാൽ സായിഗ്രാമിൽ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതിലും വലിയ ചാരിറ്റി പ്രസ്ഥാനമാണെന്നും അതൊരിക്കലും തട്ടിപ്പിൻ്റെ അംശം പോലുമില്ല എന്നും കരുതി അതിനെ പൂർണ്ണമായും പിന്തുണച്ചു. എന്നാൽ പാതി വില തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ വേണ്ടത്ര ജാഗ്രത പാലിക്കാൻ ആനന്ദകുമാറിനും സായിഗ്രാമിനും സാധിച്ചിട്ടില്ല എന്ന് ഖേദപൂർവ്വം തിരിച്ചറിയുകയാണ്. ജാഗ്രത കുറവ് മാത്രമല്ല, ഈ തട്ടിപ്പിൻ്റെ സൂത്രധാരത്വം തന്നെ വഹിച്ചത് ആനന്ദകുമാറാണ് എന്ന് പോലീസ് പറയുമ്പോൾ പോലീസിൻ്റെ ഭാഗം ശരിയാണ് എന്ന് തോന്നുന്ന തെളിവുകൾ പുറത്തു വരുമ്പോൾ ഖേദം പ്രകടിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പാതിവില തട്ടിപ്പിൻ്റെ അടിസ്ഥാനം അനന്തകൃഷ്ണൻ മുമ്പോട്ട് വെച്ച കോൺഫെഡറേഷൻ ഓഫ് NGOs എന്ന സംഘടനയാണ്. ആ സംഘടനയുടെ ആജീവനാന്ത ട്രസ്റ്റി ആനന്ദകുമാറായിരുന്നു. ആ സംഘടനയുടെ പേരിലാണ്, ആനന്ദകുമാറിൻ്റെ പേരിലാണ് സകല ചാരിറ്റി സംഘടനകളും ഇതിൻ്റെ ഭാഗമായത്. ആനന്ദകുമാറിനെ പോലെ ഒരാൾ നേതൃത്വം കൊടുക്കുന്ന സായിഗ്രാമിനെ പോലെ പ്രശസ്തമായ ഒരു സ്ഥാപനം മുമ്പിൽ നിൽക്കുമ്പോൾ ആളുകൾ എങ്ങനെ ആശങ്കപ്പെടും? അതുകൊണ്ടാണ് ആളുകളൊക്കെ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായതും സാധാരണക്കാരുടെ പണം നഷ്ടപ്പെടുന്നതിൻ്റെ ഏജന്റുമാരായി മാറിയതും. ഇതിന് ഗുണഭോക്താക്കളിൽ ഒരാൾ കൂടിയാണ് സായിഗ്രാമും ആനന്ദകുമാറും. ഏതാണ്ട് 2 കോടി രൂപ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ സായിഗ്രാം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് കണക്കുകൾ സഹിതം വ്യക്തമാകുന്നു. ആനന്ദകുമാറിനെ വിശ്വസിച്ചാണ് ആളുകൾ ഈ ചാരിറ്റിയുടെ ഭാഗമായി മാറിയത്. എന്നിട്ടും അനന്തകൃഷ്ണന്റെ സ്വകാര്യ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ആളുകൾക്ക് പണം കൊടുക്കേണ്ട സാഹചര്യമുണ്ടായപ്പോൾ തടയേണ്ടതായിരുന്നു ആനന്ദകുമാർ. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് കൈയഴുകാൻ സാധിക്കാത്തത് ഈ ചാരിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പണം കൈപ്പറ്റുന്നതിന് പകരം അനന്തകൃഷ്ണന്റെ സ്വകാര്യ കമ്പനിയിലേക്ക് പണം കൈപ്പറ്റുന്നു എന്ന് ആനന്ദകുമാർ അറിഞ്ഞിട്ടും അതിന് തടയിട്ടില്ല എന്നത് തന്നെയാണ്. അതിനർത്ഥം ഈ തട്ടിപ്പിന് കൃത്യമായ പങ്ക് ആനന്ദകുമാറിനുണ്ടെന്നാണ്. ആനന്ദകുമാറിനെയും സായിഗ്രാമിനെയും പിന്തുണയ്ക്കുകയും അവരുടെ റിട്ടയർമെന്റ് വസതിക്ക് പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്തതിൽ ഖേദിക്കുന്നു. റിട്ടയർ ചെയ്യുന്നൊരു വ്യക്തി ഒറ്റയ്ക്കാണെങ്കിൽ, ആരും നോക്കാനില്ലെങ്കിൽ സായിഗ്രാമിലെ വില്ലയിൽ താമസിക്കാമെന്നും സുഖജീവിതം നയിക്കാമെന്നുമുള്ള വാഗ്ദാനം അദ്ദേഹം മുമ്പോട്ട് വെച്ചിരുന്നു. അത് പോയി മനസ്സിലാക്കി ഞാൻ അതിനെ പിന്തുണച്ചിരുന്നു. എൻ്റെ വീഡിയോ കണ്ട് അത് സ്വീകരിച്ച ആരും ഇതേവരെ പരാതിപ്പെട്ടിട്ടില്ല എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഒരാൾ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് പ്രോത്സാഹിപ്പിച്ചത് തട്ടിപ്പല്ലെങ്കിൽ കൂടി എന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഒരു കാര്യത്തിൽ ഞാൻ തമ്പുരാൻ സ്തുതി പറയുന്നു. ആ വില്ലാ പ്രോജക്റ്റുകളെല്ലാം പൂർത്തിയായപ്പോൾ അദ്ദേഹം എന്നോട് വേണമെങ്കിൽ ഒരു ചെറിയ തുക തരാം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ സ്നേഹപൂർവ്വം അത് നിരസിച്ചിരുന്നു. അദ്ദേഹം പണം വാങ്ങി തന്നെയാണ് വില്ലകൾ കൊടുത്തത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാനിത് പരസ്യം ചെയ്ത് കൊടുക്കേണ്ടതാണ്, പരസ്യം ചെയ്താൽ തീർച്ചയായും ഞാനതൊരു ഫീസ് കൊടുക്കണം, അതുകൊണ്ട് ആ തുക ഷാജന് തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ ആരുടെയും പണം സ്വീകരിക്കാറില്ല എന്ന് പറഞ്ഞ് തിരസ്കരിക്കുകയാണ് ചെയ്തത്. അക്കാര്യത്തിൽ എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. നമ്മൾ എത്ര അന്വേഷിച്ച് കണ്ടെത്തി ശരിയാണ് എന്ന് കരുതിയാലും അവർ ശരിയാവണമെന്നില്ല. അതിന് ഉദാഹരണമായി മാറുകയാണ് ശശി തരൂരും സായിഗ്രാമിലെ ആനന്ദകുമാറും.